കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൊത്തം നോക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SDPIയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ നേതാക്കന്മാർ, CPMന്റെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ SDPIയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് പ്രചരണം നടത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് UDFന്റെ ആളുകൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, VD സതീശൻ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ KM ഷാജി, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ SDPIയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടു തരത്തിൽ നടക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയും സമാനമായ കാര്യങ്ങളുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ അതേ കാര്യം LDF ആവർത്തിക്കുമ്പോൾ UDFന്റെയും മുസ്ലിം ലീഗിന്റെയും ആളുകളൊക്കെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് നല്ല പിള്ള പട്ടം കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒരു സാഹചര്യം എന്നുള്ളത്. ഏതായാലും SDPI ആണ് ഇപ്പോൾ ചർച്ചയുടെ കേന്ദ്രബിന്ദു. അത് ആദ്യം മഞ്ചേശ്വരം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അതിന്റെ അനുകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കണ്ട് ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം MLAയും നിലവിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ AKM അഷ്റഫിന്റെ ഭാഗത്തു നിന്നും വന്ന പ്രസ്താവനയാണ്. ആ പ്രസ്താവനയുടെ വീഡിയോ നമുക്ക് നോക്കാം എന്താണെന്ന്. പക്ഷെ AKM അഷ്റഫ് മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. കാരണം ദൃശ്യമാധ്യമങ്ങൾ, ബിഗ് TV ആണ്, സുജയ്യ പാർവതിയാണ് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. SDPI പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമോ എന്നുള്ളത് ചോദ്യമാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു, ആര് എനിക്ക് വോട്ട് നൽകിയാലും, BJPക്കെതിരെ ആര് വോട്ട് നൽകിയാലും ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്നു. ഉടനെ തന്നെ അടുത്ത ചോദ്യം, SDPI വർഗീയ പാർട്ടിയാണോ, വർഗീയ കക്ഷിയാണോ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് SDPI സെക്യുലർ പാർട്ടിയാണ്, സെക്യുലർ കക്ഷിയാണ്, അവരുടെ വോട്ടുകൾ സെക്യുലർ ആണ് എന്നതാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ KM ഷാജി കഴിഞ്ഞ ദിവസമാണ് SDPIക്ക് രാജ്യദ്രോഹ തീവ്രവാദ ചാപ്പ കുത്തിയത്. അദ്ദേഹത്തിന്റെ പൊതുനയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നയങ്ങളുടെ തുടർച്ചയായിട്ടാണ് വീണ്ടും ചാപ്പയടിക്കൽ തുടങ്ങിയത്. കാരണം വേങ്ങര മണ്ഡലത്തിലാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പോൾ ഒരു സുരക്ഷിതമായ മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന്റെ ആനുകൂല്യം ഇപ്രാവശ്യം KM ഷാജിക്കുണ്ട്. അപ്പോൾ AKM അഷ്റഫിനെ പോലെയുള്ള നേരിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് KM ഷാജിക്ക് പോവേണ്ടി വരില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം അദ്ദേഹം വീണ്ടും പഴയ സ്റ്റൈലിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹ ചാപ്പയാണ് അദ്ദേഹം SDPIക്ക് ചുമത്തിയത്. പക്ഷേ മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ AKM അഷ്റഫ് അതിൽ നിന്നും വിഭിന്നമായ സംസാരമാണ് സംസാരിക്കുന്നത്. വർഗീയ കക്ഷി ആരാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അത് BJP ആണ് എന്നുള്ളത് അദ്ദേഹം മറുപടിയായിട്ട് പറയുന്നുണ്ട്. BJP ആണല്ലോ വർഗീയ കക്ഷി, അല്ലാതെ SDPI അല്ലല്ലോ. BJP ആണ് വർഗീയ കക്ഷി എന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ മറുപടിയാണ് AKM അഷ്റഫ് പറയുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ രണ്ട് തരം സമീപനങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് VD സതീശൻ പറയുന്നു SDPI വർഗീയ പാർട്ടിയാണ്, അവരുടെ വോട്ട് വേണ്ട എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാർ പലതരം അഭിപ്രായം പറയുന്നു. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ PMA സലാം പറയുന്നു, ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കണം, ജനാധിപത്യത്തിൽ വോട്ട് നൽകുന്നത് വേണ്ട എന്ന് പറയണ്ട എന്ന് പറയുന്നു. KM ഷാജി പറയുന്നു തീവ്രവാദ, വർഗീയവാദ, രാജ്യദ്രോഹ ചാപ്പ, അങ്ങനെ SDPIക്ക് KM ഷാജി അടിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നീട് ബാക്കി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ പ്രവർത്തിച്ചിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ വർഗീയവാദവും തീവ്രവാദവും ഭീകരവാദവും അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചാപ്പയടി നടത്താറുള്ള PK ഫിറോസ്, നജീബ് കാന്തപുരം, MK മുനീർ, ഇങ്ങനെ തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. അവർ എന്ത് അഭിപ്രായം പറയുമെന്ന് അവരുടെ അടുത്ത് പോയി ചോദിക്കേണ്ടി വരും. ഏതായാലും അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതാണ് അവസ്ഥ എന്ന്. ഏതായാലും AKM അഷ്റഫ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. BJPയെ തോൽപ്പിക്കാൻ എല്ലാ സെക്യുലർ ഫോഴ്സിന്റെ വോട്ടും വേണം. സെക്യുലർ ആണോ SDPI? വീണ്ടും നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകണം. SDPI സെക്യുലർ ആണോ അല്ലയോ? താങ്കളുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള മറുപടിയാണ് വേണ്ടത്. SDPI പിന്നെ BJP ആണ് വർഗീയ കക്ഷി. SDPI എന്താണ്? സെക്യുലർ ആണ്. SDPI സെക്യുലർ ആണ്. നോട്ടിംഗ് യുവർ പോയിന്റ്സ്. വർഗീയ കക്ഷി. SDPI സെക്യുലർ ആണ്, മതേതരമാണ് SDPI എന്ന് AKM അഷ്റഫ് എന്ന മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരത്തെ MLA. ഞാൻ ചോദിക്കുന്നേ,
ഞാൻ ചോദിക്കുന്നത് BJP-യും SDPI-യും നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. SDPI എപ്പോഴും മതേതരത്വത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള കക്ഷിയാണല്ലേ വേണുഗോപാലകൃഷ്ണൻ? എന്തായാലും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, പറയേണ്ടത് ശ്രീ AK അഷ്റഫ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം വ്യാഖ്യാനമാണ്. താങ്കളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയ സ്റ്റേറ്റ്മെന്റ് ആണ് SDPI സെക്കുലർ ആണ് എന്നത്. അതുപോലെ അവരുടെ വോട്ടും വേണം ശ്രീ AK അഷ്റഫിന്. എല്ലാവരും ചേർന്നാണ് മത്സരമെന്നും താങ്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ AK അഷ്റഫ് എന്തായാലും മഞ്ചേശ്വരത്ത് സിറ്റിംഗ് MLA ആണ്. AK അഷ്റഫിന്റെ MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ്. ബിഗ് TV ആണ്, സുജയ്യ പാർവതിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സുജയ്യ പാർവതി നമുക്കൊക്കെ അറിയാം, സംഘിണിയാണ്, സംഘപരിവാറിന്റെ ആശയ പരിസരത്ത് നിന്നാണ് വരുന്നത്. അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ സംഘത്തിന്റെ ഏതെങ്കിലും മേഖലകളിലോ RSS-ഉമായിട്ടോ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഞാനൊരു സംഘിയാണെന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ്യ പാർവതി. ഏതായാലും അവരുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മോഡി അനുകൂല പ്രഖ്യാപനങ്ങൾക്ക് പലപ്പോഴും അവർ റിപ്പോർട്ടറിൽ ഉണ്ടായിരുന്ന സമയത്ത് നിരന്തരമായിട്ട് ഒരു കളിയാക്കൽ ധീരയായിട്ടുള്ള മാധ്യമ പ്രവർത്തക എന്ന് വിശേഷിപ്പിക്കേണ്ടതില്ല. അവർ ആ രീതിയിൽ ബിരുദം നേടിയത് കൊണ്ട് മാധ്യമ പ്രവർത്തക എന്ന് പറയും. അവരെ പ്രഖ്യാപിത സംഖ്യയാണ്, അതിൽ നിന്നും വലിയ കാര്യമൊന്നും പറയേണ്ടതില്ല. ഏതായാലും അവർ പറയുന്നത് സംഘപരിവാറിന് വേണ്ടിയാണ്, അവർ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ AK അഷ്റഫ് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. ആ നിലപാടുകൾ തീർച്ചയായും കേരളീയ പൊതുസമൂഹത്തിലും രാജ്യത്തും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട്. BJP മാത്രമാണ് വർഗീയവാദികൾ എന്നുള്ള ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ AK അഷ്റഫ് എന്ന മഞ്ചേശ്വരത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. ഇത് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതിനു മുമ്പിൽ കേട്ടിട്ടില്ലാത്ത ഒരു പ്രഖ്യാപനമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ മുസ്ലിം പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും രാജ്യദ്രോഹികളും വർഗീയവാദികളും ആക്കാനുള്ള ശ്രമങ്ങൾ ഇരു മുന്നണികളും പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. ഇത്തരം ചാപ്പയൊക്കെ കിട്ടിയിട്ടുള്ളത് അബ്ദുൽ നാസർ മദനിക്കാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാണ്, SDPI-ക്കാണ്, നേരത്തെ ഉണ്ടായിരുന്ന PFI-ക്കാണ്. ഇങ്ങനെ തുടങ്ങിയ സംഘടനകൾക്കും പാർട്ടികൾക്കും INL അടക്കമുള്ള പാർട്ടികൾക്കാണ് ഈ ചാപ്പ അടിച്ചു കൊണ്ടിരുന്നത്, വർഗീയവാദികൾ എന്നുള്ള ചാപ്പ. BJP-യെയും RSS-നെയും ഒരു രീതിയിലും ഈ രീതിയിലുള്ള ചാപ്പ കുത്തലുകൾക്ക് വിധേയമായിട്ടില്ല. മറ്റൊരു കാര്യം, മുസ്ലിങ്ങളല്ലാത്ത ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയ മൂവ്മെന്റുകൾ, അതിനെയൊക്കെ ഇവരൊക്കെ സഹകരിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളെയൊക്കെ ഏത് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ഒരിക്കലും ഇങ്ങനെ വർഗീയവാദ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാപ്പ കുത്തൽ ഉണ്ടായിരുന്നില്ല. അത് മുസ്ലിം പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ചാപ്പ കുത്തിക്കൊണ്ടിരുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്, അത് UDF ആണ്, അത് LDF ആണ്. ഇങ്ങനെ തുടങ്ങിയ ഇതാണ് ഇതിൻ്റെ ഒരു ആശയ പരിസരം എന്നുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം ഇപ്പോൾ AK അഷ്റഫ് നടത്തുന്നു എന്നുള്ളത്. മഞ്ചേശ്വരത്ത് AK അഷ്റഫിന് SDPI-യുടെ വോട്ട് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ തവണ 700 ചില്ലാനം വോട്ടിനാണ് AK അഷ്റഫ് ജയിച്ചത്. അതിനു മുമ്പ് 86 വോട്ട് ആണ് അവിടുത്തെ ഭൂരിപക്ഷം എന്നുള്ളത്. അപ്പോൾ അവിടെ പരമാവധി സാമൂഹിക വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങുക എന്നുള്ള ഒരു നയം AK അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ടി വരും. അതല്ലാതെ ഈ VD സതീശനെ പോലെയുള്ള പറവൂരിൽ നിന്നും സംഘപരിവാറിന്റെ സഹായത്തോടു കൂടി വിജയിക്കുന്ന മധ്യമേഖലകളിൽ, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും സംഘപരിവാറിന്റെയും സംഘികളുടെയും ക്രിസംഘികളുടെയും വോട്ട് ആവശ്യമുള്ള, അവരുടെ പിന്തുണ ആവശ്യമുള്ള, അവരുടെ ഈ മുസ്ലിം വിരോധം ഉപയോഗപ്പെടുത്തി അത് തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് VD സതീശൻ പയറ്റുന്നത്. അതുകൊണ്ടാണ് VD സതീശൻ മറുഭാഗത്ത് നിന്നുകൊണ്ട് കാസയെ പറ്റി ചോദിച്ചാൽ ഒരക്ഷരം സംസാരിക്കില്ല, സംഘപരിവാറിനെയും RSS-നെയും പറ്റി ചോദിച്ചാൽ ഒരക്ഷരം സംസാരിക്കില്ല. മറുഭാഗത്ത് SDPI-ക്ക് തീവ്രവാദ വർഗീയവാദ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. ഇതാണ് VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലബാറിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഇത് വലിയ വിഷയമുള്ള കാര്യമല്ല. വേങ്ങര മണ്ഡലത്തിൽ ഷാജിക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? അവിടെ ഒരു മുസ്ലിം ലീഗിന് വ്യക്തമായ മേധാവിത്വമുള്ള മണ്ഡലമാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് മലപ്പുറത്തും ആവശ്യമുണ്ടാവില്ല. പക്ഷേ മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ AK അഷ്റഫിന് അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണയും അതിനു മുമ്പൊക്കെ SDPI മുസ്ലിം ലീഗിനെ പരസ്യമായി പിന്തുണച്ചതാണ്. അവരുടെ
വിജയത്തിന് ശേഷം ഉണ്ടായ പ്രകടനത്തിൽ പോലും ലീഗിന്റെയും SDPIയുടെയും കൊടികൾ പോലും ഒന്നിച്ചുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യമാണ് മഞ്ചേശ്വരത്തിന്റെ ചരിത്രം എന്നുള്ളത്. അപ്പോൾ അവിടെ ഉത്തരങ്ങൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് BJPയോടാണ്, കെ സുരേന്ദ്രനോടാണ്. രണ്ടാം സ്ഥാനത്തുള്ള കെ സുരേന്ദ്രനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ആ മത്സരത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും, പ്രത്യേകിച്ചും BJPയുമായി വളരെ ശത്രുതയിലുള്ള, BJPയെ നേർക്കുനേർ എതിർക്കുന്ന രാഷ്ട്രീയം പറയുന്ന, BJPയുമായി അതിശക്തമായ നിലപാടുള്ള SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസക്തി AK മഷ്റഫിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തന്നെ പിന്തുണക്കുമെന്നും താൻ ആ പിന്തുണ സ്വീകരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. ഈ കാര്യത്തിൽ ഒരു തിരുത്തിപ്പറയൽ എങ്ങനെ സാധ്യമാകും? ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇനി KM ഷാജിയോടും ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള മുസ്ലിം ലീഗ് നേതാക്കളോടും തീർച്ചയായും മാധ്യമങ്ങൾ ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചേക്കാം. അപ്പോൾ AK മഷ്റഫിന് മഞ്ചേശ്വരത്ത് ഒരു നിലപാടും മലപ്പുറത്ത് മറ്റൊരു നിലപാടും, ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ സഖ്യകക്ഷികളായി മത്സരിക്കുന്നതൊക്കെ മറ്റൊരു കാഴ്ചയാണ്. ഏതായാലും ഇന്ത്യൻ സാഹചര്യത്തിൽ BJPയെ എതിർക്കാൻ മുഴുവൻ വിഭാഗങ്ങളുടെയും പിന്തുണ സ്വീകരിക്കുക എന്നുള്ള നയത്തിലേക്ക് മഞ്ചേശ്വരത്തെങ്കിലും UDFന് പോവേണ്ടി വന്നിട്ടുണ്ട്. അവിടെ മറ്റുള്ള വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, BJPക്കെതിരെയുള്ള കിട്ടാവുന്ന പരമാവധി ആളുകളെയും ഒന്നിച്ചു നിർത്തുക എന്നുള്ള നയം മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. SDPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് സമീപനം ഇപ്രാവശ്യം സ്വീകരിച്ചത് കൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുകയും അവരുടെ പറ്റിയുള്ള ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മഞ്ചേശ്വരം ഇനിയും കേരളത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.